നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ ഒരു സ്റ്റഡി ചാലഞ്ച് വീഡിയോ അല്ല കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാം, നമ്മുടെ വർഷം അവസാനിച്ചിരിക്കുകയാണ്. 2024 2025 നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അതിന് വേണ്ടിയുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ, ചെറിയൊരു വിഷൻ ബോർഡ് മേക്കിംഗ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പം ഒത്തിരി പൈസ ഒന്നും ചിലവില്ലാത്ത, നമ്മൾ ഒത്തിരി വിഷൻ ബോർഡിനെ പറ്റിയൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താലേ ഞാൻ കാണാറുള്ളത് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള തോന്നും നമുക്ക് കാണുമ്പോൾ. ഞാൻ നമ്മുടെ ഒരു സാധാരണക്കാരി അല്ലെങ്കിൽ സാധാരണക്കാരന് എങ്ങനെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാം, 100 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു വിഷൻ ബോർഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി വിഷൻ ബോർഡ് എന്താണ് എന്നറിയാൻ മേലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാൻ മേലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2025 നമുക്ക് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, ആഗ്രഹങ്ങൾ കാണുമല്ലോ. ഇനി ആഗ്രഹങ്ങളില്ലാത്തവരാണെങ്കിൽ ആഗ്രഹിക്കുക. നമ്മൾ കുറച്ച് ആഗ്രഹങ്ങൾ 2025 നടക്കണം എന്ന് ആദ്യം ഒരു ഗോള് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് എഴുതി അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കുന്ന ഒരു സംഭവമാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. എന്നും നമുക്ക് കാണാനായിട്ട്, നമ്മളെ എന്നും ഇത് ഓർമ്മപ്പെടുത്താനായിട്ട്. കാരണം നമ്മൾ ജീവിതത്തിൽ പല പല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് അമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും, നമ്മൾ ആ ഒരു ലൂപ്പിൽ ഇങ്ങനെ പോകും. നമ്മുടെ ചിലപ്പോൾ ആഗ്രഹങ്ങളെല്ലാം മറന്നു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്താൻ നമ്മൾ വിട്ടു പോകാറുണ്ട്. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ആയിപ്പോയി നമ്മൾ അതെല്ലാം വിട്ടു പോകാറുണ്ട്. സോ നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എൻ്റെ 2025 വർഷം ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചെറിയൊരു ടൂളാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മുടെ കുറച്ച് ഗോൾസ് എഴുതി വെക്കുക. ഓക്കെ, എനിക്ക് ഇന്നതൊക്കെ വേണം. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാർ ഡ്രൈവിങ്, 2 വീലർ എനിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷേ കാർ ഡ്രൈവിംഗ് പഠിക്കണം, അത് എൻ്റെ ഒരു ഗോളാണ്. അപ്പം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോള് എഴുതണം. അല്ലാതെ നിങ്ങളുടെ ഇപ്പം ഫിനാൻഷ്യൽ, നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് 0 ആണെന്ന് വെച്ചു, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 2025 എനിക്ക് 1 കോടി രൂപ വേണം. അങ്ങനത്തെ ഗോൾസ് അല്ല, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഡ്രൈവിംഗ് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു 10,000-10,000 രൂപയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിൽ കുറച്ചും കൂടെ ഞാൻ ടൈം കൊടുക്കണം, അല്ലെങ്കിൽ അവരോട് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ കൂട്ടണം, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൂട്ടണം, അല്ലെങ്കിൽ എനിക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്കൊരു 10, 15, 20, 25 കാര്യങ്ങൾ എഴുതി വെക്കുക. 20 കൂടുതൽ എഴുതാതിരിക്കുന്ന കേട്ടോ നല്ലത്. 20 കാര്യങ്ങൾ എഴുതി വെക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് വാല്യൂ സിസ്റ്റംസ് കാണുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് കോൺഫിഡൻസ് വേണം, അല്ലെങ്കിൽ എനിക്ക് ധൈര്യമില്ല, എനിക്ക് ധൈര്യം വേണം, അല്ലെങ്കിൽ എനിക്ക് പേരൻറ്റിങ് എബിലിറ്റീസ് ഇല്ല, എനിക്ക് നല്ല പേരൻറ്റിങ് എബിലിറ്റീസ് വേണം. പിന്നെന്താ, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയല്ല, എൻ്റെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ നല്ല ഇതാക്കണം, എനിക്ക് കുറച്ച് മെച്യൂരിറ്റി വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കുട്ടിത്തം വേണം, ഞാൻ ഭയങ്കര സീരിയസ് ആണ്, എനിക്ക് കുറച്ച് കുട്ടിത്തം വേണം, ഫൺ വേണം. അങ്ങനെയുള്ള നിങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വാല്യൂസ് കാണുമല്ലോ, അതും കൂടെ നിങ്ങൾ ആദ്യം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ എഴുതി വെച്ച പോലെ നമ്മളിതിൻ്റെ ഇമേജസ് എടുക്കണം, പിക്ചേഴ്സ് എടുക്കണം. അപ്പം ഞാൻ യൂസ് ചെയ്ത ആപ്പ് എന്ന് പറഞ്ഞാൽ പിൻഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. പിൻഇൻട്രസ്റ്റ് മിക്കവർക്കും അറിയാമായിരിക്കും. അറിയാൻ മേലാത്തവർക്കായിട്ട് പറയുകയാണ്, നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിൻഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഇമേജസ് കിട്ടും. എന്ത് സാധനത്തിൻ്റെ നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഇമേജസ് കിട്ടും. നമുക്കത് നമ്മുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ആപ്പ് ഉപയോഗിച്ചാണ് ഞാൻ ഈ പിക്ചേഴ്സൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ചിലപ്പം സ്പേസ് ഇല്ലാത്തവരുണ്ടായിരിക്കും. ഞാൻ അമ്മമാരെയൊക്കെ ഉദ്ദേശിച്ചാണ് കേട്ടോ പറയുന്നത്. ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയല്ല, ഞാൻ പറയുവാണ്. ഇൻ കേസ് നിങ്ങളുടെ ഫോണിൽ സ്പേസ് ഇല്ലയെന്ന് വെച്ചോ, പിൻഇൻട്രസ്റ്റ് കയറ്റാൻ എനിക്ക് അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ. ചില ആപ്പൊക്കെ കയറ്റാൻ സ്പേസ് കാണത്തില്ല, അപ്പോൾ ഞാൻ വേറെ ആപ്പൊക്കെ കളഞ്ഞിട്ടായിരിക്കും കയറ്റുന്നത്. കാരണം ഐഫോൺ ഇല്ലാത്ത കുറേ ആൾക്കാരില്ലേ, ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. ആൻഡ്രോയിഡിൽ തന്നെ കുറച്ച് മെമ്മറി ഉള്ളത് യൂസ് ചെയ്യുന്നതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് പിൻഇൻട്രസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയിട്ട് പിൻഇൻട്രസ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പിൻട്രസ്റ്റ് പറ്റത്തില്ലെങ്കിൽ, നിങ്ങൾ സാധാരണ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്ന പോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക്
ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നേരെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകുക, കളർ പ്രിൻ്റ് എടുക്കുക. എനിക്ക് ഒരു കളർ പ്രിൻ്റ് എടുക്കാനായത് 15 രൂപയാണ്. മൊത്തം കൂടെ ഒരു 75 രൂപ ആയി. അപ്പോൾ ഞാനതെല്ലാം കൂടെ ഒരു ഒട്ടിച്ച് വെച്ചു. ഇതാണ് എൻ്റെ ഒരു ഫൈനൽ സംഭവം എന്ന് പറയുന്നത്. ഞാൻ ഓരോന്നിനും പറ്റി ഞാൻ എന്തൊക്കെയാണ് ആഗ്രഹം എന്ന് നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ PSCയുടെ ഒരു ടാഗ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ജോലിയാണ്, അത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ജോലി. പിന്നെ മെഡിറ്റേഷൻ, 5 മിനിറ്റ് മെഡിറ്റേഷൻ ഡെയിലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത്. പിന്നെ ഫാമിലി. അപ്പോൾ ഫാമിലിയിൽ ഞാൻ കുറച്ചും കൂടെയൊക്കെ എല്ലാവരുമായിട്ടും കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കണക്ഷൻ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം പിന്നെയുള്ള ഐ എം നോട്ട് പെർഫെക്റ്റ് ബട്ട് ഐ എം ഓൾവേസ് മൈസെൽഫ്. ഇപ്പോൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു പെർഫെക്ഷനിസ്റ്റ് ആക്കിയാണ് എൻ്റെ ചൈൽഡ്ഹുഡ്. അതായത് എൻ്റെ ഒരു ഓർമ്മയാണ് ഗൈസ്. എനിക്ക് ഇപ്പം 50-ൽ 49.5 മാർക്ക് കിട്ടിയാലും എന്നെ വഴക്ക് പറയുമായിരുന്നു. അങ്ങനത്തെ ഇപ്പം എനിക്ക് അതെന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. മുന്നോട്ടുള്ള ഞാൻ എൻ്റെ പേരൻസിനെ ഒരിക്കലും തെറ്റ് പറയല്ല, ഞാൻ ഏറ്റവും നല്ലതാകണം എന്നോർത്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷേ പെർഫെക്ഷൻ്റെ പിന്നാലെ പോയി എന്തൊക്കെയോ ആയിപ്പോയി ഗൈസ്. അതുകൊണ്ട് പെർഫെക്ഷൻ വേണ്ട, നമുക്ക് ഇനഫാണ്, നമ്മൾ ഇനഫാണെന്നുള്ള കാര്യം. പിന്നെ എനിക്ക് നമ്മുടെ യൂട്യൂബിൽ ഗ്രോ ചെയ്യണമെന്നും യൂട്യൂബ് മോണിറ്റൈസ് ചെയ്തെടുക്കണം, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് 1000 സബ്സ്ക്രൈബേഴ്സിനടുത്ത് എനിക്ക് 2025 വേണം. സോ ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഗൈസ്, എൻ്റെ 2025 ഗോൾ മീറ്റ് ചെയ്യാൻ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്നാണ് ആഗ്രഹം. ഞാൻ കണ്ടൻറ് ഇടും ഗൈസ്. കണ്ടൻറ് ഇഷ്ടമുള്ളെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ എനിക്കൊരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ട് 2025. ഒരു ട്രിപ്പ് ഞാൻ ട്രിപ്പൊക്കെ പോയിട്ട് ഒത്തിരി നാളെ 3 വർഷത്തിന് മേലെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട്. സോ അത് പിന്നെ ഇതെൻ്റെ എൻ്റെ പേരൻറ്റിങ് എബിലിറ്റീസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ജെൻറ്റിൽ പേരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞ സംഭവമില്ല, അതിനെപ്പറ്റിയൊക്കെ പഠിക്കുകയും കുഞ്ഞിനോട് ആ ഒരു രീതിയിൽ പേരൻറ്റിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ പേരൻറ്റിങ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ്. ഞാൻ ദേഷ്യം വരുമ്പോൾ അവളോടാണെങ്കിലും ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് പോകും ഗൈസ്. അങ്ങനെയൊന്നും ഷൗട്ട് ചെയ്യാൻ പാടില്ല, അതൊക്കെ കുട്ടികളെ ബാധിക്കും. സോ അതൊക്കെ മാറ്റണം. പിന്നെ എനിക്ക് ഹിന്ദു പത്രം വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ എൻ്റെ ഇംഗ്ലീഷ് ഒരു ആവറേജാണ്, അതിന് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. കാരണം അതെനിക്ക് മനസ്സിലായത് ഞാൻ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം എഴുതിയപ്പോഴാണ്. സോ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ഇതെൻ്റെ ഇയർ ഓഫ് റീബർത്ത് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ വർഷം ഞാൻ പുതിയൊരാളായി മാറണം. പുതിയൊരാളല്ല, എന്നാലും കുറച്ചൊക്കെ നല്ല രീതിയിൽ മാറണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇനഫാണ്. ഞാൻ ഒട്ടും എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബോറാണ്, അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ എനിക്കുണ്ട്. അപ്പം ഞാൻ ഇനഫാണ്. ഏത് രീതിയിലാണോ ഞാൻ അതങ്ങനെ ഇനഫാണ് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്താണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ചും കൂടി സാഹിത്യം വായിക്കണമെന്നും സാഹിത്യം എഴുതണം. ഞാൻ സാഹിത്യമൊക്കെ എഴുതിയിരുന്നു ഗൈസ്, ഇപ്പോൾ എഴുതാറില്ല. സോ അതൊക്കെ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഡയറ്റിങ്. സോ എൻ്റെ ഡെലിവറിക്ക് ശേഷം എൻ്റെ ബോഡി ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് അറിയായിരിക്കും ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് പോയി. സോ എനിക്ക് തിരിച്ച് ഫിറ്റ്നസ്സിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വേറെ സംഭവമാണ് ഗൈസ്, എൻ്റെ മുടി കളർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് പെങ്കൊച്ച് കളർ ചെയ്തിരിക്കുന്ന മുടി ഇട്ടിരിക്കുന്നത്. പിന്നെ ഡ്രൈവിംഗ് പഠിക്കണം. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നല്ലോ, ഡ്രൈവിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ബേബിയായിട്ട് ഭയങ്കര സ്ട്രോങ് കണക്ഷൻ ഉണ്ടാക്കണമെന്നും അവളെ നന്നായിട്ട് നോക്കണം. അവളെ നോക്കാനുള്ള ഹെൽപ്പ് എനിക്ക് ഉണ്ടാകണം. ഫിനാൻഷ്യലി ആയാലും ഇമോഷണലി ആയാലും. അതാണ് അവിടെ പടം. ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന പടം സീയിലേക്ക് നോക്കി നിൽക്കുന്ന. പിന്നെ കോൺഫിഡൻസ് എനിക്ക് തീരെ ഇല്ലെന്ന് വെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ ചില സന്ദർഭങ്ങളിലില്ല. പിന്നെ ഡിസിപ്ലിൻ ഭയങ്കര ലാക്കിങ് ആണ്, ഡിസിപ്ലിൻ വേണം. പിന്നെ തയ്യൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തയ്യലും കൂടെ പഠിക്കണം. പിന്നെന്താ ഗൈസ്, പിന്നെ ഇതാ ഫിറ്റ്നസ്സാണ്. ഫിറ്റ് ചെയ്ത് 2025 എൻ്റെ പഴയ വെയിറ്റിലേക്ക് തിരിച്ച് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ അതാണ്. പിന്നെ ഡ്രീം ബിഗ്, വലിയ ആഗ്രഹങ്ങൾ. അപ്പോൾ എനിക്ക് 2 ആഗ്രഹങ്ങളുണ്ട്. 2025-26 എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. അത് വലിയ ആഗ്രഹങ്ങളാണ്. അപ്പോൾ അത് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. നിങ്ങൾക്ക് ഇതുപോലെ ആഗ്രഹങ്ങൾ കാണും. നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുക. ഓക്കെ, ആഗ്രഹിക്കുക. അതുപോലെ നിങ്ങൾ എഴുതി വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചാൽ പോരാ. എല്ലാ ദിവസവും രാവിലെയും എഴുന്നേറ്റ് വരുമ്പോഴും രാത്രി കിടക്കുമ്പോഴും പകൽ സമയത്തൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിലേക്ക് ഈ സംഭവം രജിസ്റ്റർ ആകും. നമുക്ക് ഈ സാധനങ്ങളൊക്കെ വേണം, നമുക്ക് ആഗ്രഹം വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യും എന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് റിവിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് 2025 ഇതിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ നടത്താം. എന്തൊക്കെ ആഗ്രഹങ്ങൾ ചെയ്തു എന്നുള്ളത് റിവ്യൂ നടത്താം. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ആക്ച്വലി എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാനിതൊക്കെ പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം സബ്സ്ക്രൈബ്